അപ്പോൾ ഹോസ്പിറ്റൽ ഓണം സെലിബ്രേഷൻ ആയിരുന്നു. ഇപ്രാവശ്യം ഞാൻ സാരി ഉടുത്തില്ല, കാരണം ഇന്നലെ ഇനിയിപ്പോൾ നാളെയൊക്കെ സാരി തന്നെയാണ്. അപ്പോൾ സൽവാറാണ് ഇപ്രാവശ്യം ഇട്ടത്. ഈ സൽവാറിൻ്റെ ഷോള് കൊണ്ട് ഒരു രക്ഷയില്ല, അത് മര്യാദയ്ക്ക് കിടക്കുന്നില്ല, നെതേ ഇടും അപ്പോൾ ഒഴുകി പോകും. പിന്നെ മേക്കപ്പ് ഞാൻ വളരെ ലൈറ്റ് ആൻഡ് സിമ്പിൾ മേക്കപ്പാണ് ചെയ്തത്. പക്ഷേ സ്കിൻ കെയർ നമ്മൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. പ്രോപ്പറായിട്ട് നമ്മൾ ഫേസ് ക്ലീൻ ചെയ്ത് ടോണറും മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു മേക്കപ്പ്. അതും ഫൗണ്ടേഷൻ ഒന്നുമില്ല, ജസ്റ്റ് കൺസീലർ മാത്രമേ ഉള്ളൂ. കോമ്പാക്ട് പൗഡർ എൻ്റെ മുൻ പൊട്ടിച്ചതുകൊണ്ട് ടാൽക്കം പൗഡറാണ് ഇപ്രാവശ്യം ഇട്ടത്. പിന്നെ മസ്കാര വെച്ചിട്ടാണ് എനിക്കിപ്പോഴും ഐബ്രോസ് ചെയ്യാൻ ഇഷ്ടം. പിന്നെ മസ്കാര ലാഷസിലും ഒക്കെ ഇടുന്നുണ്ട്. ലിപ് ബാം കൂടാതെ ഇപ്രാവശ്യം നമ്മൾ മാക്കിൻ്റെ ഈ 3 അടിപൊളി ഷെയ്ഡ്സ് വരുന്ന ഒരു പാക്ക് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അതിൽ റെഡ് എടുത്ത് ഞാൻ ജസ്റ്റ് ബ്ലഷ് ആയിട്ടൊന്നിട്ടു. ന്യൂഡ് ഷെയ്ഡ് എടുത്തിട്ടാണ് ഞാൻ ഇന്ന് ലിപ്പിൽ അപ്ലൈ ചെയ്തത്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഹെയർ ഞാൻ സിമ്പിൾ ഒരു പോണിയാണ് ചെയ്തത്. പിന്നെ ഷോള് ഞാൻ സൈഡ് പ്ലേറ്റ് ആണ്. എപ്പോൾ നോക്കിയാലും കിട്ടാത്തൊരു സാധനമേ ഉള്ളൂ. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ സേഫ്റ്റി പിൻ തന്നെയാണ്. പിന്നെ എൻ്റെ ക്ലാസിക് കുഞ്ഞി പൊട്ട് റെഡ് കളർ വെച്ചു മേക്കപ്പ് ഫിക്സർ സ്പ്രേ